Guys, so welcome back to മൈക്കിൾ ജാക്സൺ ആദിത്യ വ്ലോഗ്. അപ്പോൾ ഇച്ചിരി ലൈറ്റ് അടിക്കുന്നുണ്ടായിരിക്കും, അത് മൈൻഡ് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ടോപ്പ് 10 ബെസ്റ്റ് കാർ ബ്രാൻഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇന്നലെ ഞാനൊരു ടോപ്പ് 5 കാർ ബ്രാൻഡിൻ്റെ ഇഷ്ടമായിരുന്നു. ബട്ട് എനിക്ക് കൂടുതൽ കാർ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ലൈക്ക് പഗാനി, ആസ്റ്റൺ മാർട്ടിൻ. ഐ സ്റ്റാർട്ടഡ് ടു ലൈക്ക് എവറി കാർ അല്ല, ബെൻസിൻ്റെ AMG1. അത് ഭയങ്കര കോസ്റ്റ്ലി ആണെങ്കിലും ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ യെസ്. അപ്പം ഞാൻ ഒരു കുഞ്ഞു ഡിഫറൻസ് പറയാൻ പോകുന്നുണ്ട്. അത് എല്ലാ പിള്ളേർക്കും ആയിരിക്കും. ഇപ്പം തന്നെ എനിക്ക് തന്നെ ഇപ്പം കാറിൻ്റെ ഇഷ്ടങ്ങൾ മാറാൻ തുടങ്ങുക. ആദ്യം എനിക്ക് ഏറ്റവും ഇഷ്ടം പോർഷെ, BMW അങ്ങനത്തെ ആയിരുന്നു. അത് കഴിഞ്ഞ് പോർഷയുടെ സ്പോർട്സ് കാർസ് ആയിരുന്നു. അത് കഴിഞ്ഞ് കയൻ ടർബോ GT ആയി. എന്താണെന്ന് വെച്ചാൽ SUV അല്ലേ, അപ്പോൾ ഫാമിലി ഡ്രൈവ് എനിക്ക് കൂടുതൽ നല്ലതായിരിക്കും. പക്ഷേ എനിക്ക് സ്പോർട്സ് ആണെങ്കിലും ഇഷ്ടമെങ്കിലും ഫാമിലി ഡ്രൈവ് ആയിരിക്കും ഇച്ചിരി കൂടെ നല്ല ലക്ഷറി. അതുപോലെ കയൻ GT ആകുമ്പോൾ ഇല്ലേ 310ഉം 302ഉം km/h ആയിരിക്കും. ഓർത്തോണം SUV ആണെങ്കിലും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് വന്നപ്പോൾ ഐ സ്റ്റാർട്ടഡ് ടു ലൈക്ക് ദി പോർഷെ കയൻ ടർബോ GT. അവിടെ നിന്ന് 911 അത് കഴിഞ്ഞിട്ട് പോർഷയുടെ 911 ടർബോ Sഉം GT ഒക്കെ എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പം എന്തോ അതിൻ്റെ ഡിഫറൻസ്. അപ്പം അത് കഴിഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയേ പോർഷെ ടൈക്കാൻ ടർബോ GT. അത് കഴിഞ്ഞ് പോർഷെ ടൈക്കാൻ ടർബോ S. അങ്ങനെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. പോർഷെ ടൈക്കാൻ ടർബോ GT 350 ഇരിക്കുക, S 320 ഇരിക്കുക. അപ്പം അങ്ങനെ എനിക്ക് കുറേ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് എനിക്ക് ഒരു ടോപ്പ് മോഡൽ പോലെ ഫെറാറി, ലംബോർഗിനി, റോൾസ് റോയ്സ് അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ടോപ്പ് 10 കാർ ബ്രാൻഡ്സാണ്. ഇതിങ്ങനെ ഫ്രണ്ടിൽ കിട്ടുന്നില്ലല്ലോ. ഓക്കെ, അങ്ങനെ ടോപ്പ് 10 കാർ ബ്രാൻഡ്സ്. അപ്പോൾ 10 ഞാൻ പറയാൻ പോകുന്നത് ഏത് പറയും, ഞാൻ ഓൾറെഡി ഇങ്ങനെ റിഹേഴ്സലോട്ട് ആക്കി വെച്ചിട്ടല്ല വീഡിയോ എടുക്കണേ. പക്ഷെ എന്താണെങ്കിലും എന്തെങ്കിലും പറയാം. അല്ലെങ്കിൽ വിത്ത് ടെസ്ല, ഇലോൺ മസ്ക് ബില്യണിയർ. അപ്പം അതെന്താ ടെസ്ലേനെ കൊടുത്തതെന്ന് പറഞ്ഞാൽ, ഈ ടെസ്ലയുടെ റോഡ്സ്റ്റർ എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്. ഇറ്റ്സ് ഇസ് വെരി ഗുഡ്. ടെസ്ല റോഡ്സ്റ്റർ ഭയങ്കര സ്പീഡുള്ളതാണ്. 410. നമ്മൾ ഒരിക്കലും ടെസ്ലേനെ പറ്റി അങ്ങനെ വിചാരിക്കത്തില്ല. പക്ഷെ ടെസ്ല എന്ന് പറയുന്ന ഒരു SUV കാർ ബ്രാൻഡ് ഈ സൈബർ ട്രക്ക് റോഡ്സ്റ്ററും തമ്മിൽ ഒരു ബന്ധവുമില്ല. അങ്ങനത്തെ കാർ ബ്രാൻഡ് തമ്മിൽ ഇങ്ങനെ ഒരു 400 കൂടുതലുള്ള km/h ഉള്ള ഒരു റോഡ്സ്റ്റർ വേണമെന്ന് പറഞ്ഞാൽ ആരും യൂസ് ചെയ്യത്തില്ല. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്കത് ഭയങ്കര ഇഷ്ടം. അതിൻ്റെ റെഡ് ലൈനപ്പ്, പുതിയ കളറ്, അത് പിന്നെ ഏത് കളർ വേണമെങ്കിലും നോക്കാം. അങ്ങനത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത 9th one I'll give it to BMW. 9th one ആരും BMW കൊടുക്കാത്തതായിരുന്നു. പക്ഷേ എനിക്ക് BMW ഇഷ്ടമാണ്. M3 മറ്റേ അതിരടി സിനിമയുടെ അകത്ത് M3 ഒക്കെ ഭയങ്കര ഇഷ്ടമായല്ലോ. അത് ഏതായിരുന്നു എനിക്ക് ഓർമ്മയില്ല. M2 അതൊക്കെ സൂപ്പറാണ്. ആ സ്പോർട്സ് മോഡൽ, ആ ഒരു ലുക്ക് ഐ ലൈക്ക് ഇറ്റ് ലോട്ട്. അടുത്ത ആസ്റ്റൺ മാർട്ടിൻ, വാൽക്കൈർ, DBS സ്പോട്ട്, അങ്ങനത്തെ കുറേ വണ്ടികളുണ്ട്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ഷോട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണ് ഒരു ലംബോർഗിനി ഓടിക്കുക. അതിൻ്റെ പുറകിൽ ഒരാൾ വീഡിയോ എടുക്കുകയാണ് ഒരു ട്രക്കിൻ്റെ മേളിൽ ഈ പോർഷേനെ പറ്റി. അപ്പം ബസ്റ്ററിന് ഒരു ആസ്റ്റൺ മാർട്ടിൻ ഉണ്ട്. അപ്പം അതിൻ്റെ അകത്ത് എഴുതി വേണ്ടത് ഐ വാസ് റെക്കോർഡിങ് പോർഷെ അൺടിൽ എന്ന് പറഞ്ഞാൽ അത്രയും നേരം പോർഷെ പോയി അത്രയും നേരം അങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ആസ്റ്റൺ മാർട്ടിനും കണ്ടപ്പോൾ അത് ടൈപ്പ് ചെയ്യേണ്ടത് എന്തുവാണെന്ന് വെച്ചാൽ അൺടിൽ ഐ സോ ആസ്റ്റൺ മാർട്ടിൻ. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, അല്ലെങ്കിൽ എനിക്ക് ആസ്റ്റൺ മാർട്ടിൻ ഇഷ്ടമാണ്. വാൽക്കയറിൻ്റെ ആ ഒരു ഭയങ്കരയാണ്, അത് കണ്ടപ്പോൾ ഭയങ്കര വെയിറ്റ് ആയിട്ട് തോന്നും. പക്ഷെ ഓടിക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് കുറയും. സ്പീഡ് പറഞ്ഞ് ഇങ്ങനെ കറങ്ങി ഞാനൊരു ബെൻസിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ റേസിങ്ങിന് പോയിട്ട് കറങ്ങി അത് നമ്മൾ തൊടുമ്പോൾ അത് നിർത്താതെ വെക്കുമ്പോൾ ഭയങ്കര വെയിറ്റ് ആയിട്ട് തോന്നും. പക്ഷേ നമ്മൾ സ്പീഡ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ വെയിറ്റ് ലൂസാവും. അപ്പം അങ്ങനത്തെ സ്പോർട്സ് മോഡലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ വിൽ ഗിവ് ദാറ്റ് 8. അടുത്ത 7th ഞാൻ കൊടുക്കാൻ പോകുന്നത് ജോൺ ഓൺ മെർസിഡീസ് ബെൻസ് AMG1. ബെൻസ്
ഓ ബെൻസ് എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു കാർ മോഡലാണ്. അതിലേക്കത്തെ ലോട്ട് 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 അങ്ങനത്തെ ഭയങ്കര നല്ല കാർ മോഡലാണ്. ഐ ലൈക്ക് ഇറ്റ് എ ലോട്ട്. നമുക്കൊരു കുഞ്ഞ് ഡിഫറൻസ് എടുത്താലോ? ആസ്റ്റൺ മാർട്ടിൻ നമുക്ക് മാറ്റാം, മനസ്സിലായോ? ആസ്റ്റൺ മാർട്ടിൻ മാറ്റിയിട്ട് നമുക്ക് ഈ ബെൻസ് നമുക്ക് 8th ഇടാം. ഓക്കെ, അപ്പം 7th എനിക്ക് ഏറ്റവും ഇഷ്ടം കോയിനിസെക്. അതിൻ്റെ കോയിനിസെക്കിൻ്റെ ഫീച്ചേഴ്സ് ഇഷ്ടമാണ്. ഇപ്പം നിങ്ങൾക്കൊരു ലക്ഷറി കാർ ബ്രാൻഡ് മേടിക്കണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് മേടിക്കാം. ഈ ടോപ്പ് 10 ഞാൻ മുമ്പേ ടോപ്പ് 5 ഇട്ടിട്ടുള്ള ഞാൻ 2 വട്ടം ടോപ്പ് 5 ഇട്ടിട്ട് ഒരെണ്ണം ഇന്നലെയും ഒരെണ്ണം 2 മാസം തന്നെ മുമ്പും. പക്ഷേ ഇതായിരിക്കും ഫൈനൽ വൺ. എൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ മാറുവാന്ന് അറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് ഇനി ഒന്ന് മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ മേടിക്കാം. ഒരു 5 million ബഡ്ജറ്റെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ മേടിക്കാം. അല്ല, ഏത് ബഡ്ജറ്റാണ് ഇത് മേടിക്കാം. ഓക്കെ, അപ്പം അങ്ങനെ ഞാൻ കോയിനിസെഗ് പറയുന്നു. കോയിനിസെഗിൻ്റെ ജസ്കോ ആബ്സല്യൂട്ട് രഗേര അങ്ങനത്തെ മോഡൽസൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്. ഒന്ന് ഓർത്ത് നോക്കിയേ, 530 km/h പോവാമെങ്കിൽ എന്തുവാ. ഇപ്പോൾ ഈ കേരള റോഡിലൊന്നും അത് പറ്റത്തില്ല, ഇടുങ്ങി അങ്ങോട്ടോ അങ്ങനെയൊക്കെ ഇരിക്കുവാണ്. പക്ഷേ ഇപ്പോൾ ദുബായിക്കാണെങ്കിൽ നല്ല സ്പീഡ് ഇങ്ങനെ ഒന്ന് ഓർത്ത് പോയി ഡ്രിഫ്റ്റൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഓടിക്കാൻ അറിയത്തെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് ഇരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒരു ദിവസം ലംബോർഗിനിയുടെ വീഡിയോ ഞാൻ കണ്ടായിരുന്നേ, ഇരിക്കും അയാൾ, പക്ഷേ ഒന്നും കാണാൻ പറ്റുന്നില്ല, അത്ര സ്മോളാണ്. സ്പോർട്സിൻ്റെ ഇതായതുകൊണ്ട് അങ്ങനെ കുറേ ക്രാഷും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കോയിൻസൊക്കെ 7th പ്ലേസേ പറയുന്നു. അടുത്ത 6th I'll give it to ബുഗാട്ടി. ഐ ലവ് ഇറ്റ് എ ലോട്ട്. എന്താണെന്ന് വെച്ചാൽ ബുഗാട്ടി അത് തൊടുമ്പോൾ തന്നെ നമ്മൾ കേരള റോഡിൽ കൂടെ ഒന്ന് നടന്നു പോവുക. ഇപ്പോൾ ചങ്ങനാശ്ശേരി എൻ്റെ വീടിൻ്റെ അതിലെ കൂടെ ഒന്ന് നടന്നു പോവുക. അപ്പോൾ ഒരു ബുഗാട്ടി പെട്ടെന്ന് വന്ന് കണ്ടാലോ നമ്മൾ എത്തത്തില്ലേ. പക്ഷെ ദുബായിലേക്ക് എപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഒരു സുസുക്കി ഉണ്ടായാലേ എത്തത്തുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ പ്ലാൻ. ഓക്കെ ഗൈസ്, അപ്പം അങ്ങനെ പോകുന്നു. അങ്ങനെ 5th പ്ലേസ് അടുത്ത ഏതായിരുന്നു? 6th അല്ല, ഞാൻ ഒന്നുകൂടെ റിവേഴ്സ് ചെയ്യാൻ മറന്നുപോയി. 10th വൺ ഏതായിരുന്നു? ഏതായിരുന്നു? ടെസ്ല. 9th വൺ BMW. 8th വൺ ഞാൻ ആസ്റ്റൺ മാർട്ടിൻ മാറ്റി ഞാൻ കോയിനിസൊക്കെ ആക്കി. 7th വൺ ആസ്റ്റൺ മാർട്ടിൻ മാറ്റി ബെൻസ് ആക്കി. 7th വൺ കോയിനിസൊക്കെ. 6th വൺ ഓക്കെ. അപ്പോൾ അടുത്ത ഞാനിന്ന് പറയേണ്ടത് 6th വൺ ആണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പം 6th വൺ ഞാൻ പറയാൻ പോകുന്നത്, ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏതായിരുന്നു? കോയിനിസെഗിൻ്റെ. അപ്പോൾ കോയിനിസെഗിൻ്റെ കഴിഞ്ഞു. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ബുഗാട്ടി ഇൻ ദി 6th പ്ലേസ്. എന്താണെന്ന് വെച്ചാൽ ബുഗാട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കേരള റോഡിൽ ഒരു ബുഗാട്ടി കാണുവാണെങ്കിൽ അതെങ്ങനെയായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം ഇതിപ്പോൾ 6th വണ്ണാണ്. അങ്ങനെ ഇപ്പം ദുബായിലൊക്കെ ഇങ്ങനെ ബുഗാട്ടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുസുക്കി കണ്ടാൽ അവരെ നെറ്റത്തുള്ളൂ. ഇവിടെ സുസുക്കി സ്ഥിരമായതുകൊണ്ട് നെറ്റത്തൊന്നുമില്ല. അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെയൊക്കെ സൂപ്പർ കാർസ് വരുമ്പോൾ എങ്ങനെയായിരിക്കും റേസിങ്, അങ്ങനത്തെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. 5th വൺ ഞാൻ പറയാൻ പോകുന്നത് മിസ്റ്റർ റോൾസ് റോയ്സ്. അതെന്താ ഞാനിപ്പോൾ റോൾസ് റോയ്സ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതെൻ്റെ ഫസ്റ്റ് SUV ആണ് ഞാൻ പറയുന്നത്. ഇച്ചിരി SUV ഉണ്ട് പോർഷ പോലത്തെ, അത് വിടും. ഓക്കെ, അപ്പം റോൾസ് റോയ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ തന്നെ അത് പറയുമ്പോൾ തന്നെ വരണം ബ്ലാക്ക് ബാറ്റ്, ഫാൻറ്റം, അങ്ങനെ മുഴുവൻ ലക്ഷറി ഐറ്റംസ് ആണ്. പക്ഷെ പോലത്തെ കൂപ്പിയൊക്കെ ആളുകൾക്ക് വെറുതെ ഇച്ചിരി ഉള്ളു ഇഷ്ടപ്പെടുന്നത്, കൂടുതലുണ്ടെങ്കിലും. അപ്പം അങ്ങനത്തെ 257 മാക്സിമം സ്പീഡ്. എന്തോ അത് BMW വരെ അതിനെക്കാട്ടും പോവാം, ഈവൻ ദി SUV. അപ്പം അങ്ങനെ അപ്പം റോൾസ് റോയ്സ് 5th പ്ലേസ് എടുക്കും. 4th പ്ലേസ് ഞാൻ പറയാൻ പോകുന്നത് പഗാനി അല്ല, പഗാനി ഭയങ്കര വിലയാണ്. ലംബോർഗിനിയുടെ അവിടുത്തെ ജാനറ്ററായി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഈ പഗാനി ഇപ്പോൾ ഉണ്ടാക്കിയ ലംബോർഗിനിൻ്റെ അത്രയും
ചിലപ്പോൾ വീണ് പോകും. അങ്ങനത്തെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയാണ് അയാൾ, ഗർട്ടോണോ പഗാനിയോ അങ്ങനെ എന്താണ് അയാളുടെ പേര്. അപ്പോൾ അങ്ങനെ ഒരു കാർ ബ്രാൻഡ് ഉണ്ടാക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയാളുടെ ഹാർഡ് വർക്ക്. ഞാൻ കണ്ടെത്തില്ലായിരുന്നു. അപ്പോൾ ഈ ഹുവാരിയോ BC റോഡ്സ്റ്റർ, സോണ്ട അങ്ങനത്തെ കാറിനൊക്കെ ഭയങ്കര നല്ലതാണ്. ഐ ലൈക്ക് ഇറ്റ് എ ലോട്ട് ആൻഡ് ഐ ലവ് ഇറ്റ് എ ലോട്ട്. ഞാൻ ബുഗാട്ടിയുടെ അടുത്ത് പറഞ്ഞ പോലെ. അപ്പം അത്ര നല്ലതാണ് പഗാനിയുടെ. when I was 9 years എൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാറ് പഗാനി പോർഷയൊക്കെയാണ്. പക്ഷെ അതിൻ്റെ പൈസ കൂടി അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാനൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അതിൻ്റെ മനസ്സങ്ങ് പോയി. അങ്ങനെ അതും പോയി. തേർഡ് വൺ ഐ ടെൽ ടു ഈസി ചോയ്സ് മിസ്റ്റർ മെക്ലaren. മെക്ലaren P1 സൂപ്പർ ബ്രോ. അത് ഭയങ്കര നല്ല കാർ ബ്രാൻഡാണ്. ഐ ലൈക്ക് ഇറ്റ് ലോട്ട് ആൻഡ് ഐ ലവ് ഇറ്റ് ലോട്ട്. തേർഡ് ടൈമാണ് ഞാൻ പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പം ഞാനത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പീഡ്, എവറിത്തിങ് സ്പീഡ്. മെക്ലaren എന്ന് പറയുമ്പോൾ ലക്ഷറിയാണ്. പക്ഷെ മെക്ലറൻസിൻ്റെ വിലയേ ഉള്ളൂ. അല്ല, വില കൂടുതല, പക്ഷെ അത്രയും പ്രൈസ് വേണ്ട. 4 crore അതിൻ്റെ സ്റ്റാർട്ടിങ് മോഡൽ. അല്ല, സ്റ്റാർട്ടിങ് GST അതെല്ലാം വരുമ്പോൾ 6 crore ആവും, 6 to 7 ആവും, 6-7. അപ്പോൾ അങ്ങനെയാവും. അല്ല, ഞാൻ അങ്ങനെ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല, അറിയാതെ കൊണ്ട് പറഞ്ഞപ്പോൾ ആയിപ്പോയതാണ് 6-7. ഓക്കെ, അപ്പോൾ അടുത്ത ഞാൻ പറയാൻ പോകുന്നത്, അല്ല മെക്ലaren തീരട്ടെ, അതിൻ്റെ ടോപ്പ് സ്പീഡ് 400 ഒക്കെ പോവും. 400 കൂടുതൽ പോവും, പ്രൈസും കൂടുതൽ പോവേ ഉള്ളൂ. അടുത്ത സെക്കൻഡ് വൺ ലെംബോ. ഒടിഞ്ഞു ഇല്ല. അപ്പോൾ ലെംബോ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാർ ബ്രാൻഡാണ്. ഭയങ്കര നല്ലതെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ല, സെക്കൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടം ലെംബോ ആണ്. അപ്പം ലംബോർഗിനി അവൻ്റഡോർ, ഏറ്റവും ഇഷ്ടം വിനോമനോ. അതിൻ്റെ റോഡ്സ്റ്റർ. അതിൻ്റെ പ്രൈസ് കിട്ടാൻ ഞാൻ എന്താണെങ്കിലും പറ്റും. 45 million അതിൻ്റെ പ്രൈസ്. ഓർത്ത് പോയി. അതുകൊണ്ട് എന്തൊക്കെ മേടിക്കാൻ, ഒരു മാൻഷൻ മേടിക്കാൻ. ഓക്കെ, അപ്പം ഞാൻ പറയാൻ പറ്റുന്ന വിനോമിനും അല്ല, മേ ബി അവൻ്റഡോർ. യെസ്, ഗുഡ്. ടെമാറിയോ ഗുഡ്. അങ്ങനെ എല്ലാം എനിക്ക് ഇഷ്ടം. പിന്നെ ഒരു വിഷൻ GT ഉണ്ട്, അത് കോൺസെപ്റ്റ് ആണെന്ന് അതുകൊണ്ട് അതിൻ്റെ വേറൊരെണ്ണമുണ്ട്. അതിൻ്റെ പ്രൈസ് നോക്കിയപ്പോൾ എന്തൊരു 1053 crore എന്നാണ്ട് ഇതിൽ വെച്ചേക്കോ. ബെൻസിൻ്റെ പോലെ ഒരു പണ്ടത്തെ ഒരു SLR എന്ന് പറഞ്ഞ മോഡലുണ്ട്. അതെനിക്ക് ഭയങ്കര എത്ര 1100 crore. അതൊന്നും മ്യൂസിയത്തിൽ വെച്ചു ആരും മേടിക്കാതെ. പിന്നെ റോൾസ് റോയ്സിനുള്ള 250 crore ഒരെണ്ണമുണ്ട്. എൻ്റെ അമ്മ, മറ്റേ ലാനോസർ ഡ്രോയിപ്പോ അങ്ങനെ എന്താണ്ടൊക്കെ പറഞ്ഞേ. റോസിൻ്റെ ഒരു ആ ഫ്ലവറിൻ്റെ ഒരു രീതിയാണ് ആ വണ്ടിയുടെ. അത് വെള്ളത്തിൽ കൂടെ പോവാം, അതിന് ബോട്ടേലും പോവാം. അതിന് 210 crore ആവും മോനെ. ഞാൻ ലാനോസർ ഡ്രോയിപ്പില്ലേ, അതിന് 250 crore, ബോട്ടലിന് 210 crore. എന്താണെന്ന് വെച്ചാൽ ഡിഫറൻസ് ഉണ്ട്. ബോട്ടലിന് SUV ആണ്, ലാനോസർ അതിന് സെഡാനല്ലേ. റോൾസ് റോയ്സിൻ്റെ ഇച്ചിരി കൂടെ ഒരു നല്ല മോഡൽ. കളിരാനും ബോട്ടിലും എന്താണ്ട് മാത്രമേ ഉള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റോൾസ് റോയ്സ് സ്പെക്ടറാണ്. മുഴുവൻ പറഞ്ഞാൽ ഏറ്റവും ചീപ്പസ്റ്റ് ഇലക്ട്രിക് കൂപ്പേ മിക്സ്ഡാ. അല്ല, പൊല്യൂഷൻ അത് വരത്തില്ല, അതുകൊണ്ട് അതാണ് ഇഷ്ടം. അവിടുത്തെ ഫസ്റ്റ് വൺ ഫെറാറി. ഇന്നലെ ഞാൻ പറഞ്ഞ ഫെറാറി ആയിരുന്നു ഫസ്റ്റ്, പക്ഷെ മെക്ലaren സെക്കൻഡ് ആണ്. അതുകൊണ്ടാണ് അതെന്താണേലും. അപ്പം ഫെറാറിന്നൊരു പേര് കേൾക്കുമ്പോൾ അതുപോലെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ 30th വീഡിയോയാണ്. എൻ്റെ ഫസ്റ്റ് ടൈം ബീങ്ങിൻ്റെ 30th. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗൈസ്, ഫെറാറിൻ്റെ പറയുമ്പോൾ തന്നെ നമ്മുടെ വൈദ്യ വരട്ടെ. ഫെറാറിയുടെ ജാക്കറ്റ്, ബൈക്ക്, കാറ്, ഫെറാറിൻ്റെ പറയുമ്പോൾ തന്നെ ഒരു ജോയ് അത് എനിക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെന്ന് അറിയത്തില്ല. കാർ പ്രാന്തനാണെങ്കിൽ എന്താണെങ്കിലും ഫീൽ ചെയ്യും. അപ്പം ആ ഒരു ഫീലാണ് എനിക്ക് എപ്പോഴും വരണേ. ഐ ലൈക്ക് ഇറ്റ് എ ലോട്ട് ആൻഡ് എ ലോട്ട്. സെയിം ഡയലോഗ് 4 times. ഓക്കെ ഗൈസ്,
അങ്ങനെ ഫെറാറിയുടെ SF90 എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 29 GTB എനിക്ക് വിളിയാകുമ്പോൾ ഉണ്ടെങ്കിൽ ഒരു ഫെറാറി അല്ലെങ്കിൽ ലംബോർഗിനി, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്പോർട്സ് കാർ ഇല്ലാതെ ഞാൻ ജീവിക്കത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പം അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ജീവിക്കാൻ പറ്റും, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. എനിക്ക് അതുപോലെ ഇഷ്ടമാണ്. അതുപോലെ ഫെറാറിയുടെ ഒരു ബുരസാങ്കോ എന്ന് പറഞ്ഞ മോഡലുണ്ട്, SUV. ഓക്കെ, അപ്പോൾ ഫെറാറി നമ്പർ ഫസ്റ്റ് വിന്നർ ആൻഡ് മൈ 30th വീഡിയോ. ഇതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ദിസ് ഇസ് മൈ പോർഷെ 911 GT3 RS വാൾപേപ്പർ. എങ്ങനെ ഉണ്ട്? ഇതുണ്ട് അതിൻ്റെ ഹെഡ്ലൈറ്റ്, ടയറ്, എംബ്ലം. ഇതിൻ്റെ അടിയിലൊന്നും വെച്ചേക്കണ്ടേ, അതെല്ലാ കാറിലും ഉള്ളയാ. GT3 RS. ഇവിടെ ഒരു പോർഷയുടെ എംബ്ലം 911 GT3 RS. എനിക്കത് അത്ര ഇഷ്ടമാണ്, അതുകൊണ്ടാ. ഓക്കെ, അതുപോലെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചോന്ന് അറിയത്തില്ല. ഞാൻ നിങ്ങളെ കാണിച്ചെന്താണേലും ഒന്നുകൂടെ പറയാം. ഞാനിപ്പം കിട്ടുന്ന 19 ബുക്ക് വായിച്ചിട്ടുണ്ട്, 20th വായിച്ചുകൊണ്ടിരിക്കുന്നു. അത്രേ ഉള്ളൂ. എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് കുറവാണ്, എൻ്റെത് കുറവാണ്. അപ്പോൾ യെസ്, ഈ ഹോട്ട്നെസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള അത് നിങ്ങൾക്ക് ഇതുണ്ടോ ഈ ബുക്ക്? ഡയറി ഓഫ് മൈൻക്രാഫ്റ്റ് സോംബി. ചില സാധിക്കുകയാണ്. അതുപോലെ ജെറോഡ് സൂപ്പർ. നിങ്ങൾ ഡേവിഡ് വില്യംസിൻ്റെ ബുക്ക് വായിക്കണമെങ്കിൽ നല്ല സുധാമൂർത്തി അങ്ങനത്തെയൊക്കെ വായിക്കണം. നല്ല റീഡർ ആവണം, നല്ലതാണ്, കൂടുതൽ നോളജ് കിട്ടും. അപ്പം ബൈ ബൈ. എന്തോ പറയണ്ടേ? ദിസ് ഈസ് മൈ ബാറ്റ്മാൻ ബൈക്ക്. ഓക്കെ ഗൈസ്. പിന്നെ ഒരു എണ്ണം കൂടെ ഉണ്ട്. ഞാൻ ആ ടാക്സി ബോസ് എന്ന് പറഞ്ഞ ഗെയിമിൻ്റെ അകത്തൊരു പുതിയ വണ്ടി മേടിച്ചു. പക്ഷേ അത് സാഡ് തിങ് ഇസ് ഞാൻ എൻ്റെ വേറൊരു വണ്ടി വിറ്റ്. ഓക്കെ, അതൊരു സാഡാണ്. അതുപോലെ നിങ്ങൾക്ക് അറിയാത്തവരുണ്ട്. എനിക്ക് ആ സമയത്ത് ഞാൻ 9 റേറ്റഡ് അല്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് 2 9 ഉണ്ട്. ഒരെണ്ണം റോൾസ് അല്ല, ഒയ്യോ, ഒരു 9 ഉള്ളൂ. അല്ല, 2 9ഉം 2 8.5ഉം. ഞാൻ പുതിയ ഫെറാറി മേടിച്ചായിരുന്നു, അത് വിറ്റ് നല്ല പൈസ ഉണ്ടാക്കി. വിൽക്കുമ്പോൾ അതിൻ്റെ പൈസ കൂടെ കിട്ടും. അപ്പോൾ അങ്ങനെ. സോ ബൈ ബൈ. Signing off from Michael Jackson Aditya vlog.